റഷീഖ് അഹമ്മദിൻ്റെ ഒരു ഇൻ്റർവ്യൂ കാണാനിടയായി. സബിത എന്നുള്ള എഴുത്തുകാരി എന്ന് തോന്നുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം വിശ്വസിക്കാൻ പറ്റാത്ത തരത്തിലായിരിക്കുന്നു ഒറ്റുകാരുടെ ലോകം വളർന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ശ്വേതാമേനോൻ്റെ വാത്സല്യ വാചനം പിഷു എന്ന രമേശ് പിഷാരുടെയും ഈ തരത്തിൽ പറയുകയുണ്ടായി. ആരോടാണ് സത്യസന്ധമായി സംസാരിക്കുക? നമ്മളുടെ ഫേസ്ബുക്കിലുള്ള ലൈക്കും ഷെയറും ഒക്കെ എത്രത്തോളം കാപട്യരഹിതമാണ് എന്നുള്ളത് നമുക്ക് സംശയം ജനിപ്പിക്കുന്നതാണ്. വാക്കും പ്രവൃത്തിയും വളരെ വളരെ അകന്നാണ് ഇരിക്കുന്നത്. നമ്മുടെ സ്നേഹവും ബഹുമാനവും ഒക്കെ പണത്തിനും അധികാരത്തിനും പ്രശസ്തിക്കും ഒക്കെ ബന്ധപ്പെട്ടാണ് കിടക്കുന്നതെന്ന് തോന്നിപ്പോകും. നമ്മുടെ വാക്കുകൾക്ക് വലിയ വില ഉണ്ടാകണമെന്നില്ല, ഉണ്ടായില്ലെങ്കിലും കുഴപ്പമില്ല എന്ന ധാരണ നമുക്കുണ്ടാകുന്നുണ്ട്. ആ തരത്തിൽ നോക്കുമ്പോൾ നമ്മുടെ പൊതുസമൂഹം അങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് വിഷമത്തോടെ പറയേണ്ടിയിരിക്കുന്നു. നമ്മൾ നോക്കി ഇപ്പോൾ തന്നെ നമ്മുടെ പുതിയ ഭരണ സർക്കാരിനെ നമുക്ക് നോക്കാവുന്നതാണ്. പറഞ്ഞതിനൊക്കെ വിപരീതമായാണ് ചെയ്തത്. ഹെലികോപ്റ്ററിനെ കുറിച്ച് എന്തെല്ലാം വിമർശനങ്ങളായിരുന്നു. ആ വിമർശനങ്ങളൊക്കെ കാറ്റിൽ പറത്തി. ഇപ്പോൾ തൻ്റെ സ്വകാര്യ ആവശ്യങ്ങൾക്ക് വേണ്ടി ഹെലികോപ്റ്റർ ഉപയോഗിക്കാം. ഒരു പ്രളയം അതുപോലുള്ള സംവിധാനങ്ങൾ നിലനിൽക്കുമ്പോൾ അത് പോസ്റ്റ് ചെയ്യാനല്ല താല്പര്യം, മറിച്ച് തൻ്റെ സ്വാധീനം ഉറപ്പിക്കാൻ വേണ്ട വിധത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാനാണ് മുഖ്യമന്ത്രി വി ഡി സതീശന് താല്പര്യം. അദ്ദേഹം ഹെലികോപ്റ്റർ യാത്ര ചെയ്തു. സ്വകാര്യ ഭാര്യ പിതാവിനെ കണ്ടു എന്നാണ് പറയപ്പെടുന്നത്. അദ്ദേഹം പറഞ്ഞതല്ല, ഒരു ബിസിനസ് മാഗ്നറ്റിനെയാണ് കണ്ടത്. പേര് വെളിപ്പെടുത്താൻ പറ്റില്ല. പിന്നീട് അദ്ദേഹം ഈ ഭക്ഷണത്തെക്കുറിച്ച് സംസാരിക്കുന്നു. ഞാൻ ഒരു മനുഷ്യനെയാണ് ഭക്ഷണം കഴിക്കാനുള്ള അവകാശമില്ലേ എന്നാണ് ചോദിച്ചത്. പക്ഷേ ഈ സന്ദർഭത്തിൽ വലിയ പ്രളയവും അതിനോടനുബന്ധിച്ച് ഒരുപാട് മനുഷ്യരുടെ പ്രശ്നങ്ങൾ നിലനിൽക്കുമ്പോഴാണ് ഇത് പോസ്റ്റ് ചെയ്യുന്നത്, ഇങ്ങനെ സംസാരിക്കുന്നത്. പിന്നെ ഒരു സ്വർണ്ണക്കട ഉദ്ഘാടനം ചെയ്യുന്നു. ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ വാസ്തവത്തിൽ ഈ മുഖ്യമന്ത്രി പദം ശരിക്കും ആസ്വദിക്കുകയാണ് വി ഡി സതീശൻ. അതിന് അദ്ദേഹം യു-ടേൺ പോയാലും അദ്ദേഹത്തിനൊരു പ്രശ്നം വരില്ല. 5 വർഷം ഭരിക്കാൻ സാധിക്കും. 5 വർഷം തന്നെ താഴെ ഇറക്കാൻ കൂടെയുള്ളവർ പരിശ്രമിക്കും. അതിന് തടയിടാനുള്ള എല്ലാ വഴികളും അദ്ദേഹം നടത്തുകയാണ്. ഇപ്പോൾ മാധ്യമങ്ങൾക്കും അത് വലിയ പ്രശ്നമായി വരുന്നില്ല. പക്ഷേ ഇന്ന് സോഷ്യൽ മീഡിയ ഒക്കെ ശക്തമായതുകൊണ്ട് അദ്ദേഹം ഇപ്പോൾ പിണറായി വിജയനാണ് ഭാരതം എന്ന് പറയുന്ന രീതിയിലേക്ക് വന്നിരിക്കുന്നു പല ചെറുപ്പക്കാരും. തീർച്ചയായിട്ടും എനിക്ക് കഴിഞ്ഞ മുഖ്യമന്ത്രി പിണറായി വിജയനോട് അതിശക്തമായ വിമർശനങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഇത്യാദി കാര്യങ്ങളിൽ അദ്ദേഹം കാണിച്ച നിഷ്കർഷ എടുത്തു പറയേണ്ടതാണ്. തൻ്റെ കൂടെയുള്ള മന്ത്രിമാരും അതേപോലെ പ്രളയകാലത്തും മറ്റുള്ള സമയങ്ങളിലൊക്കെ കൂടെ നിന്നു എന്നുള്ളതും അദ്ദേഹത്തിന് ശക്തി വർദ്ധിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ നടപ്പിലാക്കാൻ എളുപ്പമുണ്ടാക്കി എന്നുള്ളതും കൂടി വിസ്മരിക്കാൻ പാടില്ല. പക്ഷേ അദ്ദേഹം ധാർഷ്ട്യക്കാരനും ഭയങ്കര ദൂർത്തുകാരനും ഒക്കെ പറഞ്ഞു വരുത്തിയ അതിനെ നമ്മൾ സപ്പോർട്ട് ചെയ്തു. ജനങ്ങൾ ശരിയാണ്, ദൂർത്ത് ചെയ്യാൻ പാടില്ല, അത് എതിർക്കപ്പെടേണ്ടതാണ്. പക്ഷേ അതെല്ലാം പെട്ടെന്ന് മറന്നുകൊണ്ട് അത് ചെയ്യുകയും അതിനെതിരായി അതിൽ ദുർവ്യാഖ്യാനം ചെയ്ത് രക്ഷപ്പെടാനുള്ള ശ്രമം നടത്താണ് വി ഡി സതീശൻ. അത് വാസ്തവത്തിൽ ഞാൻ പറയാം, അദ്ദേഹം മുഖ്യമന്ത്രിയായി നന്നായി ആസ്വദിക്കുന്നു എന്നുള്ളതാണ്. ഇത് നമ്മൾ ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല. PM ശ്രീ കേട്ടാൽ നമുക്ക് ശരി വരും. PM ശ്രീ കാശ് കിട്ടാൻ വേണ്ടിയാണ്. നമ്മുടെ മുല്ലണി മാഷ് പറയുന്നൊരു എനിക്ക് തോന്നിയിട്ടുണ്ട് ഒരു കവിതയിൽ, കരികിട്ടി നാണയത്തൊട്ട് തേടുവാൻ നാണക്കേടേതും ഇല്ലാതെ എന്ത് ചെയ്യണം, തരം
നരന്മാർ തരം മാറി നടക്കുകയാണ്. നടക്കാനൊന്നും പ്രശ്നമില്ല. അവർ ഈ സംസ്ഥാനത്തിന് പൈസ കിട്ടാൻ വേണ്ടി കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാം എന്ന് ഇടതുപക്ഷം വിചാരിച്ചു. പക്ഷേ ആളുകളുടെയൊക്കെ എതിർപ്പ് വന്നപ്പോൾ അത് ക്യാബിനറ്റൊന്നും കൃത്യമായിട്ട് കൂടിയില്ല. ഒറ്റയ്ക്കുള്ള സഞ്ചാരമാണ്. ഇപ്പോൾ പിൻവലിക്കേണ്ടി ഗതിയോട് വന്നു. ഇപ്പോൾ ആ പിൻവലിച്ച ഭാഗത്താണ് നിൽക്കുന്നത്. പണ്ട് കാലത്ത് പ്രതിപക്ഷം പറഞ്ഞ ആളുകളോ പണ്ട് ഇടതുപക്ഷം നടത്തിയ ആ വഴിയിലും എന്തൊരു വിരോധാഭാസം. ആ വിരോധാഭാസം ഒരു ലജ്ജയില്ലാതെ പറയുക എന്ന അവസ്ഥയിലേക്ക് നാം എത്തുകയാണ്. ഭാഗ്യത്തിന് നമ്മുടെ സോഷ്യൽ മീഡിയയും നമ്മുടെ മീഡിയയും ഒക്കെ അത് ഉയർത്തിക്കൊണ്ടുവരുന്നു എന്നുള്ളത് നമുക്ക് സന്തോഷകരമായ ഒരു കാര്യമാണ്. നോക്കൂ, നമ്മളുടെ അഴിമതിയെക്കുറിച്ച് അതുപോലത്തെ സ്വജനപക്ഷപാതത്തെക്കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കും. ഈ 3.5 കോടിയായിരുന്നു കൊടകര കുഴൽപ്പണം പിടിച്ചപ്പോൾ. ഇന്ന് 25 കോടിയാണ് പാർട്ടി ഫണ്ടിൽ നിന്ന് അടിച്ചു മാറ്റിയെന്ന് പറയുന്നത്. അപ്പോൾ ഒരു BJP പോലെയുള്ള കേഡർ സിസ്റ്റം, കേഡർ പാർട്ടി പോലെയുള്ള പാർട്ടി, ആ പാർട്ടിയെ വിശ്വസിച്ചിട്ട് നടത്തിയിട്ടുള്ള ഒരു ഫണ്ട് സാധാരണ പ്രവർത്തകർ എത്രയോ പ്രയാസപ്പെട്ടിട്ടാണ് പ്രവർത്തിക്കുന്നത്. അതൊന്നും വകവയ്ക്കാതെ അത് അടിച്ചു മാറ്റാനുള്ള ശ്രമം നടത്തുകയാണ്. അടിച്ചു മാറ്റിയിരിക്കുന്നു. ഇതൊരു ഭാഗത്ത് മാത്രമാണ്. വയനാട്ടിൽ പൈസയൊക്കെ പിരിച്ചു. ഇതുവരെ ഒരു കല്ലുമേൽ കല്ല് വയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല. അവിടെയൊക്കെ ഇടതുപക്ഷത്തെ മുക്തവട്ടം പ്രശംസിച്ചേ മതിയാവും. പല പോരായ്മകളുണ്ടെങ്കിലും ഇപ്പോൾ ആളുകൾക്ക് ബോധ്യപ്പെട്ടു കൂടി കുറേ. ഇതുപോലെ തന്നെ വയനാട്ടിലത്തെ കാര്യം നമ്മൾ പറഞ്ഞാൽ നോക്കൂ, അയോധ്യ രാമൻ്റെ ജന്മഭൂമി എന്നാ പറഞ്ഞത്. അവിടെ നമ്മൾ ബാബരി മസ്ജിദ് തകർത്തു. എന്നിട്ട് അതിൽ ഹിന്ദുക്കളെല്ലാം വികാരം കൊണ്ടു. അതിൽ ലോകം മുഴുവൻ, ഇന്ത്യ മുഴുവൻ അതിന് പ്രതികരിച്ചു. അരുതാത്തതാണെന്ന് പറഞ്ഞു. പക്ഷേ എന്നിട്ട് രാമജന്മഭൂമി, രാമക്ഷേത്രം നിർമ്മിച്ചു. ആ കേസും അതിൻ്റെ വഴിവുകളൊന്നും ഞാൻ പറയുന്നില്ല. അവർക്ക് വേറെ സ്ഥലം കൊടുത്തു. എന്നിട്ട് ആ ക്ഷേത്രം ഓരോ ഭക്തരും നിഷ്കളങ്കമായി കൊടുത്ത പൈസകൾ മുഴുവൻ വലിയ പണക്കാർ കള്ളത്തരങ്ങൾ ചെയ്യും. അതിൽ നിന്ന് രക്ഷപ്പെടാൻ ദൈവങ്ങൾക്ക് ദാനം കൊടുത്താൽ രക്ഷപ്പെടുമെന്നുള്ള ധാരണയിൽ വലിയ കോടിക്കണക്കിന് രൂപ കൊടുത്ത സംഭാവനകളൊന്നും കാണുന്നില്ല. സ്വർണ്ണക്കട്ടുകൾ കാണുന്നില്ല. അതുപോലെ ദേവീ വിഗ്രഹങ്ങൾ കാണുന്നില്ല. എന്താണ് നമ്മുടെ സമൂഹം പോകുന്നത്? പക്ഷെ അതെല്ലാം ഒഴിവാക്കുകയും അതിനെതിരായിട്ട് പ്രതിഷേധിക്കാൻ തയ്യാറായിട്ടുള്ള കുറച്ച് ആളുകൾ ഉണ്ടെന്നുള്ളത് നമുക്ക് കുറച്ചുകൂടി ആശ്വാസം ആണ്. നമ്മുടെ സമൂഹത്തിൽ, കേരളത്തിൽ പ്രത്യേകിച്ച് ധ്രുവീകരണം നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇവിടെ രാജ്യ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ധ്രുവീകരണം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. താൽക്കാലികമായി മുസ്ലിം സമുദായത്തിന് ഗുണകരമായ രീതിയിൽ വരുന്ന രീതിയിൽ രാഷ്ട്രീയ പാർട്ടികൾ നിലനിൽക്കും അത് നിലപാടെടുക്കും. എങ്കിലും വരും കാലങ്ങളിൽ അത് ദോഷകരായ പരിണിതഫലം സംഭവിക്കുകയും ചെയ്യും. ഇപ്പോൾ നമ്മൾ വെള്ളപ്പള്ളി നടേശനെ അല്ലാണ്ട് കുറ്റം പറയും. പക്ഷേ പാണക്കാട് തങ്ങളെ അധികം എതിർക്കൂല. ഇപ്പോൾ തന്നെ ഈ അഡ്വക്കേറ്റ് ജയശങ്കറൊക്കെ പറയുന്നില്ലേ, സുകുമാരൻ നായരെ കാണാൻ പറ്റിയില്ല, പാണക്കാട് പോയി പള്ളിയിലത്ത് ബിഷപ്പ്മാരെ കാണാൻ കഴിഞ്ഞു. ഇതെല്ലാം ഇപ്പോൾ വില പോകുന്ന കാര്യങ്ങളാണ്. അത് ജയശങ്കറിനും അറിയാം. അതുകൊണ്ടാണ് ഈ പറയുന്നത്. അത് സ്വാഭാവികമായിട്ടും ഒരു രാഷ്ട്രീയ ധ്രുവീകരണം, മതധ്രുവീകരണം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യം നാം മറന്നുകൂടാത്തതാണ്. അതിൻ്റെ ഇടയിൽ നോക്കൂ, ഇപ്പോൾ ബ്രിട്ടാസിനെ പറഞ്ഞ ക്രിസ്ത്യൻഗേറ്റ് പോലും ചിലർ ചിത്രീകരിക്കുന്നുണ്ട്. അദ്ദേഹം വാസ്തവത്തിൽ പാർലമെൻറ്റിൽ, രാജ്യസഭയിൽ ഈ ഭരണപക്ഷത്തിരിക്കുന്നവർക്ക് പോലും കേൾക്കേണ്ട പ്രസംഗമായി തോന്നുന്ന രീതിയിൽ സംസാരിക്കുന്നു. അധ്യക്ഷന്മാരെല്ലാം ബ്രിട്ടാസിന് കുറച്ച് യഥാക്ഷിണ്യം നൽകുകയും കൂടി ചെയ്യുകയാണ്. അദ്ദേഹം പറയുന്ന കാര്യങ്ങളിൽ കാര്യമുണ്ടെന്നും കഴമ്പുണ്ടെന്നും തോന്നൽ എല്ലാവർക്കും ഉണ്ട്. ഇപ്പോൾ സീതാറാം യെച്ചൂരിക്ക് ശേഷം അത് ഭംഗിയായി നിർവഹിക്കുകയാണ് ജോൺ ബ്രിട്ടാസ്. റഹീമും വളരെ നന്നായി കൈകാര്യം ചെയ്യപ്പെടുന്നുണ്ട് വാസ്തവത്തിൽ.
അപ്പോൾ അദ്ദേഹത്തെ പോലും ഒരു ക്രിസ്ത്യാനിയുടെ പേരായതുകൊണ്ട് അങ്ങനെയാക്കി തീർക്കുകയാണ്. ഇവിടെ ഈ അടുത്ത കാലത്താണ് KN കുഞ്ഞുമോഹനെ ജിഹാദി കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞ് ചിലരെങ്കിലും വിമർശിച്ചത്. ഇതെല്ലാം തെറ്റായ സന്ദേശങ്ങളാണ്. അതുപോലെ സുനിൽ P. ഇളയിടം CPM-ൻ്റെ ഭാഗത്തും ഇടതുപക്ഷത്തായതുകൊണ്ട് സംഘ്യ കമ്മ്യൂണിസ്റ്റായി ചിത്രീകരിക്കുന്നതും ഒട്ടും ശരിയായിട്ടുള്ള പരിപാടിയല്ല. എല്ലാ കാര്യത്തിലും സവർണ അവർണ ബന്ധം നോക്കി അന്വേഷിച്ചാൽ ഒരിക്കൽ പോലും മനുഷ്യരെ കണ്ടുകിട്ടാൻ ഇല്ലാതെ വരും. അതുകൊണ്ട് ആ തരത്തിലും നമ്മുടെ നാട്ടിൽ വലിയ രീതിയിൽ ധ്രുവീകരണം ഉണ്ടാകുന്നുണ്ട്. എന്നാൽ അടിസ്ഥാന വിഷയങ്ങളിൽ ധൈര്യപൂർവ്വം മുന്നോട്ട് വരുന്നവരുടെ എണ്ണം വളരെ കുറവാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ സമയത്താണ് വാസ്തവത്തിൽ ഈ നമ്മുടെ കോക്രോച്ച് പാർട്ടിയുടെ സമരങ്ങൾ നമ്മൾ കാണേണ്ടത്. നമ്മൾ ഈ അമ്പലവും മുസ്ലിം വിരോധവും ഒക്കെ പറഞ്ഞ് ഈ രാജ്യത്ത് വെട്ടിപ്പിടിക്കാൻ കഴിയും എന്ന് ധരിച്ചിരിക്കുന്ന സമയത്താണ് നമ്മുടെ ചെറുപ്പക്കാരെക്കുറിച്ച് നമുക്ക് അഭിമാനം തോന്നുന്നത്. അവർ രാഷ്ട്രീയ കക്ഷികളെ പോലെ ഇൻക്ലാബ് വിളിക്കുന്നില്ലെങ്കിൽ പോലും അവർ കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ട്, വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട്, അവരുടെ ധാരണയിലുണ്ട്. അതുകൊണ്ട് ഇവിടെ രാഷ്ട്രീയ കക്ഷികൾക്ക് പോലും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ അമേരിക്കയിൽ നിന്ന് ഒരു പയ്യൻ അഭിദീപ് കെ തൻ്റെ ജീവിതമാർഗം പോലും ഉപേക്ഷിച്ച് വളരെ പ്രയാസങ്ങളിൽ നിന്ന് വന്നൊരു കുട്ടി സ്കോളർഷിപ്പോട് കൂടി വളരെ നല്ല മോഹത്തോടു കൂടി അമേരിക്കയിൽ പോയി ജീവിതം പടുത്തുയർത്താൻ വേണ്ടി ശ്രമിക്കുന്നതിനിടയിൽ ആണ് കടന്നു വന്നിട്ടുള്ളത്. അതിന് സ്വീകരിക്കാൻ ഒരുപാട് കുട്ടികൾ രംഗത്ത് വന്നിരിക്കുകയാണ്. ആ കുട്ടികൾ അവർ ഈ ഒരു മതത്തിൻ്റെയോ ജാതിയുടെയോ രാഷ്ട്രീയത്തിൻ്റെ പേരിലല്ല വന്നത്. അവിടെയാണ് എൻ്റെ ഗുണകരമായിട്ടുള്ള സ്പോണ്ടേനിയസ് ആയിട്ടാണ് അവർ വന്നത്. ഈ നീറ്റ് പരീക്ഷ അല്ലെങ്കിൽ ഈ പരീക്ഷയ്ക്ക് വേണ്ടി ഉറക്കമുളച്ച് ഇരുന്ന് കഷ്ടപ്പെട്ട് അതിൻ്റെ സംഘർഷങ്ങളും നാട്ടിലത്തെ സമ്മർദ്ദങ്ങളൊക്കെ ഏറ്റുവാങ്ങി പരീക്ഷ എഴുതാൻ പോകുമ്പോൾ അത് വിലയ്ക്ക് കൊടുക്കുന്നു എന്ന് കേൾക്കുമ്പോൾ നിരാശരാകുന്ന ഒരു സമൂഹമാണ്. നീറ്റാണോ ഏറ്റവും പ്രധാനം എന്ന് വെച്ചാൽ അത് മറ്റൊരു വിഷയമാണ്. പക്ഷേ നീറ്റ് പരീക്ഷ വിദ്യാർത്ഥികളുടെ ഇടയിൽ സ്വാധീനം ചെലുത്തുന്ന ഒരു കാര്യമാണെന്നുള്ളത്, ആ സ്വാധീനം ചെലുത്തുന്ന കാര്യത്തിൽ വിദ്യാർത്ഥികൾ നിലപാടെടുത്തു എന്നുള്ളതാണ് നമുക്ക് ഗുണകരമായിട്ട് തോന്നിയിട്ടുള്ളത്. അത് വളരെ ആ തുടക്കം മുതൽ തന്നെ എനിക്ക് തോന്നിയ ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനകളും ഇടതുപക്ഷവും വളരെ നന്നായി ഈ കാര്യത്തിൽ പങ്കെടുത്തു എന്നുള്ളത് വളരെ സന്തോഷകരമായി എനിക്ക് തോന്നി. വാസ്തവത്തിൽ അവരുടെ നേതൃത്വത്തിൽ കുറവാണെങ്കിൽ പോലും ഇപ്പോൾ സൗരവും അതുപോലെ മറ്റുള്ളവരൊക്കെ നേഹിയും ഒക്കെ നടത്തുന്ന സമരം അവരുടെ മാത്രമല്ല, കുട്ടികളുടെ എല്ലാവരുടെയും. നമ്മുടെ സാധാരണ സമരങ്ങൾ 10 സമരം എല്ലാ സ്കൂൾ തുറക്കുമ്പോഴും ഉണ്ടാവും. രാഷ്ട്രീയ കുട്ടികൾ ഓരോന്നിനും സമരം നടത്തും. ഒരു ദിവസം സമരത്തിൽ പിന്നോട്ട് പോയി വേറൊരു വിഷയം എടുക്കും. ഇങ്ങനെ വിഷയങ്ങൾ ഓരോന്നെടുത്ത് എപ്പോഴും സജീവമാക്കിക്കൊണ്ടിരിക്കും. മറിച്ച് ഒരു വിഷയം വിജയിപ്പിക്കാനുള്ള താല്പര്യം നമുക്ക് വളരെ കുറവാണ്. പല സമരങ്ങളും കാണാൻ സാധിക്കില്ല. ഇവിടെയാണ് തങ്ങളുടേത് സമരമാണെന്ന് തോന്നലുണ്ടായത്. മറ്റൊക്കെ സമ്മർദ്ദം കൊണ്ട് വരുന്നതാണ്. പാർട്ടി ആളുകളെ പേടിച്ചുകൊണ്ട്, സൊസൈറ്റിയിൽ ജോലി കൊണ്ട്, നാളത്തെ സ്ഥാനങ്ങൾ കിട്ടാൻ താല്പര്യം കൊണ്ടൊക്കെ വരുന്നവരാണ്. മറിച്ച് ഇത് അവരുടെ സമരമായിട്ട് കരുതുകയും അത് അവർ വേണ്ടി. അതിലെനിക്ക് തോന്നിയത് ഒരു പെൺകുട്ടി മറ്റുള്ള കുട്ടികളെ അടിക്കുമ്പോൾ പോലീസിന് മുന്നിൽ അവരടിക്കരുത് കെട്ടിപ്പിടിക്കുന്ന, അവർക്ക് അടികൊള്ളാൻ മറായായിട്ട് നിൽക്കുന്ന, കവചം പോലെ നിൽക്കുന്ന ഒരു പെൺകുട്ടി, ചെറിയ കുട്ടി. അത് ഈ പുതിയ ജനറേഷൻ്റെ ഒരു വലിയ മനസ്സായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അവർ ഭക്ഷണം വിതരണം ചെയ്യുന്നവർ, ഓരോർക്ക് ടൂത്ത് പേസ്റ്റ് കൊടുക്കുന്നവർ, പല തരത്തിലുള്ള റീൽ ചെയ്യുന്നവർ. കുട്ടിയുടെ റീൽ ഭയങ്കര അവനെ കണ്ടാൽ തന്നെ നമുക്ക് ശരി വരും. അപ്പോൾ ആ തരത്തിൽ നമ്മുടെ സമൂഹം ഉണരുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ അഭിദീപിക്കയുടെ സർട്ടിഫിക്കറ്റ് ചോദിച്ചപ്പോൾ അഭിദീപ് പറഞ്ഞത് എൻ്റെ സർട്ടിഫിക്കറ്റൊക്കെ നൽകാം, നമ്മുടെ രാജാവിൻ്റെ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ ഇതെല്ലാം വെളിപ്പെടുത്താൻ സാധിക്കുമെന്ന് കുട്ടികൾ ശ്രദ്ധിക്കുന്നു എന്നതാണ്. പണ്ടത്തെ പോലെ സൂത്രം പറ്റില്ല. രാത്രി മൈ ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ അവർ തങ്ങളുടെ പ്രധാനമന്ത്രിയുടെ കണ്ണാടിയിൽ നിന്ന് ഈ ടെലിപ്രിൻ്ററിൻ്റെ അല്ലെങ്കിൽ ഈ പറഞ്ഞു കൊടുക്കുന്ന ആ മെഷീൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നത് അത്രയും പരിഹാസ്യമാണ്. ഇൻസ്റ്റാഗ്രാമിൽ പ്രധാനമന്ത്രിക്ക്
ലക്ഷക്കണക്കിന് ആളുകൾ കൂടിയെന്ന് പറയുമ്പോൾ അതേപോലെ തന്നെ ലക്ഷക്കണക്കിന് ആളുകൾ വിരോധ അർത്ഥത്തിൽ അദ്ദേഹത്തെ സ്വീകരിക്കുന്നതും കൂടി കാണാൻ സാധിക്കും. എല്ലാം തുറന്നു കാണിക്കുകയാണ് വസ്തുത്തിൽ, എല്ലാം തുറന്നു കാണിക്കുകയും ഈ വിഡ്ഢിത്തരം അവസാനിപ്പിക്കുക എന്ന് പറയുകയാണ്. അപ്പോൾ അത് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കും കൂടി ചെയ്തിരിക്കുകയാണ്. ഇനി മറ്റു ഇത് നല്ല സൂചകമായ കർഷക സമരം ഇതുപോലെ ആയിരുന്നു. പക്ഷേ അവസാനം കുറേ ആ പാർലമെൻറ്റ് ബില്ല് പിൻവലിച്ചെങ്കിലും ആ സമരത്തിൻ്റെ ഗുണം പിന്നെ ഇലക്ഷനിൽ കണ്ടില്ല. പക്ഷേ ഇപ്പോൾ ബീഹാറിൽ ഈ കോക്രോച്ച് പാർട്ടിയുടെ CJPയുടെ കുട്ടികളുടെ ഈ സമരം ബീഹാറിൽ തിരഞ്ഞെടുപ്പിൽ കണ്ടിരിക്കുന്നു. BJP പറ്റി ഒരു BJP കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന നിലയ്ക്കല്ല ഞാൻ പറയുന്നത്. നമ്മുടെ സമൂഹത്തിൽ നീതിക്ക് വേണ്ടിയുള്ള സമരം നടത്തുമ്പോൾ അതിന് കൂട്ടായി നിലനിൽക്കണം. പണ്ടത്തെ പോലെ ന്യായീകരണ തൊഴിലാളികളായി നിന്നുകൂടാ. ഇപ്പോൾ അവിടെ കുട്ടികളെ കണ്ടപ്പോൾ പെല്ലറ്റ് കൊണ്ട് മുറിഞ്ഞ ശരീരം കണ്ടു. ഒരു കുട്ടി മരിക്കുകയും കൂടി ചെയ്തു. 10-17 കുട്ടികൾ ആത്മഹത്യ ചെയ്ത വിഷയം കൂടിയാണ്. ഈ ചെറിയ പിള്ളേരൊക്കെ അടിക്കുകയാണ്, ലാത്തിയിൽ ആണി വെച്ചുകൊണ്ടാണ്. ഇത് ശരിയായിട്ടുള്ള നിലപാടാണ്? രാജ്യദ്രോഹികളാണ് കുട്ടികൾ സംസാരിക്കുകയാണ്. ഇപ്പോൾ പറഞ്ഞ മാപ്പ് ആരോ പറഞ്ഞ പോലെ ബ്രിട്ടാസ് പറഞ്ഞ പോലെ മാപ്പ് കൊടുക്കുകയല്ലേ വേണ്ടത്, മാപ്പ് പറയുകയാണ് വേണ്ടത്. ഞങ്ങൾ ഇത് മനസ്സിലാക്കിയില്ല, കൃത്യമായി ചെയ്യുന്നതിൽ തെറ്റുപറ്റിയിട്ടുണ്ട്, അതിന് ഞങ്ങളോട് പൊറുക്കണം എന്നാണ് പറയുന്നതിന് പകരം കുട്ടികൾ ക്ഷമിച്ചു എന്നുള്ള തമ്പരാൻ ക്ഷമയിലല്ല വേണ്ടത്. വസ്തുത്തിൽ അത് കുട്ടികൾ തിരിച്ചറിയുന്നതാണ്. ഈ തരത്തിൽ ഈ സമൂഹം ഉണരേണ്ടതാണ്. ഇതിനെ പക്ഷേ ഈ സമരം വിജയിക്കാൻ കാരണം സ്വതന്ത്ര രാഷ്ട്രീയക്കാർ അതിൽ കടക്കാത്തതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു. അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ അവരെ ദുരുപയോഗം ചെയ്യാൻ കിട്ടാത്തതും കൂടി അതിന് ഗുണമാണ്. വാസ്തവത്തിൽ നമ്മുടെ ഭരണാധികാരികളുടെ ഭരണകൂടത്തിൽ പോലീസ് മർദ്ദനോപകരണമാണെന്ന് പറയും. ഇവിടെയാണ് ഈ നരേന്ദ്ര മോദി അമിത്ഷായ്ക്ക് രക്ഷാപ്രവർത്തനം നടത്തിയെന്ന് പറയുക. കേരളത്തിലും ഇതുപോലെ തന്നെ കുട്ടികൾ സംരക്ഷിക്കുമ്പോൾ യുവാക്കൾ അവർ രോഷം പ്രകടിപ്പിക്കുന്നുണ്ടാവും. അതിന് രക്ഷാപ്രവർത്തനം അടിച്ച് തല്ലി തകർക്കുന്ന ആ ഭീകര സ്വഭാവമുണ്ടല്ലോ, ആ സ്വഭാവത്തിൻ്റെ പ്രതിഫലനം വേറൊരു വേഷനാണ് ഡൽഹിയിലും കാണിക്കുന്നത്. ഇപ്പോൾ അത് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് നാണക്കേടാണ് തോന്നേണ്ടത്. അന്ന് തെറ്റാണെന്ന് പറയുമ്പോൾ തെറ്റാണെന്ന് ഉൾക്കൊള്ളാൻ പറ്റണമായിരുന്നു. ഇതെല്ലാം പിണറായി വിജയനെ പോലുള്ള ആളുകളോടുള്ള കടുത്ത വിമർശനമാണ്. തീർച്ചയായിട്ടും കടക്കുപുറത്തു എന്ന് പറയുന്നതും സ്റ്റേജിലൊരു കുട്ടി ഒരു പരാതി വരുമ്പോൾ തൻ്റെ സഖാക്കളാണെങ്കിൽ പോലും കണ്ണുരുട്ടി പേടിപ്പിക്കുന്നതും യോഗങ്ങളിൽ സംസാരിക്കാൻ പേടിക്കുന്നതും തിരുത്തേണ്ടതാണ്. ഇപ്പോൾ എന്ന് പറഞ്ഞു ഈ പാർട്ടി താഴെ നിലവാരത്തിൽ തൊട്ട് എല്ലാം തുറന്നു പറയാൻ സാധിക്കുമോ? ഈ വിശാല സംസ്ഥാന കമ്മിറ്റി കൂടുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. താഴ്ത്തട്ടിൽ അങ്ങനൊരു സംവിധാനം എത്തിയിട്ടില്ല. ആദ്യം തോമസ് ഐസക് പറഞ്ഞ പോലെ ആദ്യം നേതാക്കളിലാണ് മാറ്റം വരേണ്ടത്. ഇപ്പോൾ പറയുന്നു കുഞ്ഞികൃഷ്ണനെയും അല്ലെങ്കിൽ TK ഗോവിന്ദനെയും അവിടെ എടുത്ത നിലപാട് തെറ്റാണെന്നോ ഇപ്പോഴാണോ പറയേണ്ടത്? ഇങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. അത് മറിച്ച് അവിടെല്ലാം അധികാരം വെച്ച് അത് തോറ്റപ്പോൾ അതിന് രക്ഷപ്പെടാനുള്ള മാർഗമായി ഉപയോഗിക്കുക മാത്രമാണ് ചെയ്യുന്നത്. പെട്ടെന്നൊന്നും പാർട്ടി മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വാസ്തവത്തിൽ അങ്ങനെ മാറാതിരുന്നാൽ വാസ്തവത്തിൽ തീർച്ചയായിട്ടും ഈ നമ്മുടെ സംഭവം കുറച്ചുകൂടി സങ്കീർണമാവും. ഇവിടെ ഞാൻ എല്ലാ പാർട്ടിയിലും ഇപ്പോൾ കോൺഗ്രസ്സിലും BJPയിലും CPM-ലും മറ്റുള്ള പാർട്ടികളിലൊക്കെ നല്ലത് വേണം ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. അവർ സിവിൽ സൊസൈറ്റിക്ക് രൂപപ്പെടണം. അവർ എല്ലാ തെറ്റിനെയും എതിർക്കാനുള്ള ജാഗ്രത ഉണ്ടാവണം. ഈ കുട്ടികൾ ചെയ്ത പോലെ അവർ പാർട്ടിക്കാരെ ഏത് പാർട്ടി ആവട്ടെ, ചിലർ പാർട്ടിക്ക് BJPക്ക് വോട്ട് ചെയ്ത ആളുകളാണ്, ചിലർ മന്ത്രിമാരുടെ മക്കളുണ്ട്. പക്ഷേ അവർ മോഹൻലാലിൻ്റെ മകൾ പോലും പറഞ്ഞു വിസ്മയ ശരിയല്ലെങ്കിൽ ശരിയല്ലെന്ന് പറഞ്ഞു. ആ ശരിയല്ലെന്ന് പറഞ്ഞാൽ കേൾക്കാനുള്ള ഔന്നത്യം അധികാരികൾക്കുണ്ടാവണം, അല്ലെങ്കിൽ അവരെ തിരുത്താൻ കഴിയണം. ഇപ്പോൾ ചിലപ്പോഴൊക്കെ എനിക്ക് യൂത്ത് കോൺഗ്രസിൻ്റെ അലോഷനൊരു സ്നേഹം തോന്നും. എന്നുവെച്ചാൽ അദ്ദേഹം തൻ്റെ ഒരു കാര്യം പറഞ്ഞു, അതേപോലെ SFIക്കോ DFIക്കോ പറയാനുള്ള അധികാരമുണ്ടോ, ധൈര്യമുണ്ടോ? വാസ്തവത്തിൽ ധൈര്യം ഇല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അങ്ങനെ ധൈര്യപ്പെടാതിരുന്നാൽ ഈ നേതാക്കൾ പറയുന്ന കുഞ്ഞായ വർത്താനം അല്ലെങ്കിൽ ഈ തട്ടുതൊളിപ്പൻ മറുപടി പ്രസംഗം കേട്ട് നമ്മൾ ഇരുന്നാൽ ജനം ഒരിക്കലും. ഇപ്പോൾ തിരുവനന്തപുരത്ത് കൗൺസിലർ സുഗതൻ ജയിച്ചു. അവിടെ ക്രിമിനൽ കേസുണ്ട്, കാപ്പ പ്രകൃതിയാണ്. എന്നിട്ട്
ആരാണ് ജയിച്ചത്? കോൺഗ്രസ് ഉണ്ട്, ഇടതുപക്ഷമുണ്ട്. ഈ ഇടതുപക്ഷത്തെയും കോൺഗ്രസിൻ്റെയും ജനസ്വാധീനത്തെ മറികടന്നുകൊണ്ട് ഒരു ക്രിമിനൽ ആക്ടിവിറ്റിയിൽ പങ്കെടുത്ത ആളെ വിജയിപ്പിച്ചു എന്നുള്ളതാണ് കാണുന്നത്. എന്താണ് അതിനർത്ഥം? അതിനേക്കാൾ മോശമാണോ ഇടതുപക്ഷം കോൺഗ്രസും? അപ്പോൾ നാം കാണേണ്ടതെല്ലാം കുട്ടികൾ കാണുന്നുള്ളൂ. കുട്ടികൾക്കൊരു നല്ലൊരു മാതൃകയില്ല. അവർ കാണുന്നതെല്ലാം ഈ വൈരുദ്ധ്യങ്ങളാണ്. വൈരുദ്ധ്യം കണ്ടു മടുത്തു. അതുകൊണ്ടാണ് അവർ രാഷ്ട്രീയ പാർട്ടികളിൽ നകന്നു പോകുന്നത്. അത് മനസ്സിലാക്കണം. വിദേശത്തേക്ക് പോകുന്നതും ഒരു പരിധി വരെ അതുണ്ട്, വേറെ പല കാരണങ്ങളുണ്ട്. അതുകൊണ്ട് നാം ഇതിൽ നിന്ന് മാറി സി പി എമ്മിൻ്റെ നിർവാഹി നൽകി വളരെ പ്രധാനമുണ്ട്. സി പി എം നശിക്കാൻ പാടില്ല. ഇപ്പം ഈ അടുത്താണ് പിണറായി വിജയൻ പറഞ്ഞത്, ഇടതുപക്ഷത്തുനിന്നുകൊണ്ട് ഇടതുപക്ഷത്തെ ചീത്ത പറഞ്ഞാൽ കൈയിടി വാങ്ങിക്കും. അതേപോലെ തന്നെ ഇടതുപക്ഷത്ത് നിൽക്കുന്ന നേതൃത്വം ഇടതുപക്ഷത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുമ്പോൾ, വിമർശിക്കുമ്പോൾ അവരെ ചേർത്ത് പിടിക്കാനുള്ള മനസ്സും കൂടി വേണം. സ്വയം വിമർശനം, ഉൾപ്പാട്ട് ജനാധിപത്യവും വളർത്താൻ സാധിക്കണം. സംസാരിക്കുന്നവരെ ഈ പാർട്ടി സമ്മേളനം ഒഴിവാക്കുന്ന പരിപാടി ഞാൻ പലപ്പോഴും പറഞ്ഞതാണ് ഒല്ലൂരിത്തെ കാര്യം തന്നെ. ഈ കുട്ടല്ലൂർ സഹകരണ സംഘത്തിൻ്റെ കുഴപ്പങ്ങൾ നടക്കുമ്പോൾ അതിൻ്റെ ആ കുഴപ്പത്തെക്കുറിച്ച് സൂചിപ്പിച്ചാണ് ജില്ലാ കമ്മിറ്റിയിൽ. പക്ഷേ അവരെയാണ് പിന്നെ അവരെ നിഷ്ക്രിയമാക്കി, ഒറ്റപ്പെടുത്തി, അവരെ ജോലിക്ക് വരാൻ പറ്റാത്ത അവസ്ഥയിലാക്കിയില്ലേ. ഇതന്നെയല്ല എല്ലായിടത്തും നടത്തുന്നത്. അതുപോലെ തന്നെ പിണറായി വിജയൻ്റെ ആണ് അദ്ദേഹത്തിൻ്റെ ഒപ്പം ഉള്ള ആളുകളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് ചെറുപ്പക്കാരാക്കി. എന്നാൽ അദ്ദേഹത്തിന് മാത്രം മാറ്റം പാടില്ല. ഈ 10 വർഷത്തെ ഭരണത്തിന് നേട്ടം പിണറായി വിജയൻ കൊടുക്കുകയാണെങ്കിൽ അതുപോലെ കോട്ടങ്ങൾക്കും പിണറായി വിജയൻ ബാധിച്ചനാണ്. പ്രതിപക്ഷ നേതാവായിട്ട് അദ്ദേഹം സംസാരിക്കുന്നില്ലെന്ന് പറയാൻ സാധിക്കില്ല. പക്ഷേ പുതിയ തലമുറയെ വളർത്തിക്കൊണ്ടിരണം. അവരെ പണ്ടത്തെ പോലെ കണ്ണുരുട്ടിക്കൊണ്ട് ഇരുത്താൻ പാടില്ല. വിമർശനങ്ങൾ പിണറായി വിജയനും ബാധകമാണ്. അതുപോലെ തന്നെ അല്ലെങ്കിൽ രാകേഷിനെ പോലുള്ള പിള്ളേരെ വിദ്യാർത്ഥി നേതാക്കൾ ശുഷ്കിച്ചു പോകുന്ന പോലെയാവും. അതുകൊണ്ട് നമ്മുടെ SFIക്കാരും DYFIക്കാരും തീർച്ചയായിട്ടും തെറ്റുകൾ കാണുമ്പോൾ തുറന്നു പറയുക തന്നെ വേണം. അത് തങ്ങൾക്ക് സ്ഥാനം കിട്ടിയില്ലെങ്കിൽ പോലും. എന്താ കാരണം വെച്ചാൽ ഇവിടെ ഐഷി ഘോഷിനെ പോലുള്ള ആളുകളെ തേടി വരുന്നൊരു കാലമാണ്. എല്ലാവരും പറയും ഇടതുപക്ഷം ഹൈജാക്കി. ഈ സമരത്തിൽ ഇടതുപക്ഷം SFI പോലുള്ള സംഘടനകൾ, പിന്നെ BVA പോലുള്ള ആളുകൾ, സൈമൺ ബ്രിട്ടൻ, റഹീമിനെ പോലുള്ള ആളുകൾ ഒക്കെ സജീവമായി പ്രവർത്തിച്ചിട്ടുള്ളതാണ്. അത് നേട്ടം കൊയ്യെടുക്കാൻ മാത്രമല്ല. എനിക്ക് തോന്നുന്നു ഇവിടെ കർണാടകയിൽ ഇംഗ്ലീഷ് സംസാരിച്ചതിൻ്റെ പേരിൽ റഹീമിനെ കുറ്റപ്പെടുത്തിയവർ അവിടെ ഗവേഷക വിദ്യാർത്ഥികളും ബിരുദാനന്തര വിദ്യാർത്ഥികളും ഒക്കെയുള്ള ഇംഗ്ലീഷിൽ നല്ല വിൽപ്പത്തുള്ള ആളുകൾ റഹീമിൻ്റെ പ്രസംഗം കയ്യടിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന ചരിത്രം കൂടി കാണുകയുണ്ടായി. അപ്പോൾ അത് ഈ രാഹുൽ ഈശ്വർ പോലും ഇപ്പോൾ അത് കോട്ട് ചെയ്യാണ്. എന്തൊക്കെയാണ് നടക്കുന്നത്? രാഹുൽ ഈശ്വർ പോലും മാറിക്കൊണ്ടിരിക്കുന്നു എന്നെനിക്ക് എന്താണ് ഇതിൻ്റെ പിന്നിൽ? എന്തായാലും കേരളം അങ്ങനെ വിട്ടുകൊടുക്കും എന്നെനിക്ക് തോന്നുന്നില്ല. എന്തായാലും CPM വളരെ ഉത്തരവാദിത്തോടുകൂടി ഈ പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യം എല്ലാ ആളുകൾക്കും കൊടുത്താൽ നാട്ടിലത്തെ പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ ആരോ എന്നോട് പറഞ്ഞു, ഞാൻ കേട്ടപ്പോൾ ബ്രാഞ്ച് സെക്രട്ടറി ആവട്ടില്ല, ഇഷ്ടം പോലെ പണിയാണ് കുട്ടികൾക്ക് നിന്ന് തിരിയും. പക്ഷേ ബൂത്ത് സെക്രട്ടറി അവന് ഇഷ്ടമുണ്ട്. ബൂത്ത് സെക്രട്ടറിക്ക് കുറേശ്ശെ പൈസ ഇലക്ഷൻ കാലത്ത് കിട്ടുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിന് തല്ലുകൂടുന്ന ഒരു അവസ്ഥയിലേക്ക് കൂടി വരുന്നുണ്ട് എന്നുള്ളത് പറയുന്നു. ഇപ്പോൾ നേരത്തെ ഞാൻ അമ്പല കമ്മിറ്റിയും മറ്റേ വയനാട്ടിൻ്റെ കഥ പറഞ്ഞു. നമ്മൾ എക്സാക്ഷി ഫണ്ട് തട്ടിച്ച കേസാണ് കുഞ്ഞിക്കണ്ണൻ അദ്ദേഹം പറഞ്ഞത്. അന്ന് അത് എതിർത്തു. ഇന്നിപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ്റെ സ്മാരക ഫണ്ടിൽ നിന്നും അടിച്ചു മാറ്റിയ ജില്ലാ പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി സസ്പെൻഡ് ചെയ്യുകയോ മറ്റു ചെയ്തിട്ടുണ്ട്. എന്താണ് നടക്കുന്നത്? ഈ നടക്കാനുള്ള അധികാരം എങ്ങനെയാണ് അധപതിച്ച് പോകുന്നത്? അതുകൊണ്ട് സത്യസന്ധരായ EMS പറഞ്ഞ പോലെ ആവേശത്തിന് വന്നവർ ആവേശം കഴിഞ്ഞ് പോവും, ആവശ്യത്തിനുള്ള ആവശ്യം കഴിഞ്ഞ് പോവും. വളരെ കുറവ് ആളുകൾ മാത്രമായിരിക്കും ആശയത്തിൻ്റെ പേരിൽ വരിക. അവർ ഉറച്ചു നിൽക്കും. അവരെയാണ് വിശ്വസിക്കേണ്ടത്. മറിച്ച് ന്യായീകരണ തൊഴിലാളികൾ അല്ല വേണ്ടത്. റിജു ലൂക്കോസുമാരിയല്ല നമ്മൾ സ്വീകരിക്കേണ്ടത്. മറിച്ച് ഈ പ്രസ്ഥാനത്തിൻ്റെ നേരും നിറവും അവിടെ ഞാൻ ന്യൂസ് ഉദ്യോഗസ്ഥൻ കാണുകയാണ്. അദ്ദേഹം എന്തു തന്നെയാണെങ്കിലും ഈ മദ്യത്തിനെതിരായിട്ട് മദ്യ ലോബിക്ക് അനുകൂലമായിട്ടുള്ള നിലപാടെടുത്തപ്പോൾ തൻ്റെ പാർട്ടിയാണെങ്കിലും എതിർത്ത് പറയാൻ ശ്രമം നടത്തും. എന്നെ എല്ലാവരും കുറ്റം പറയും, രാജിവെച്ച് പോകുന്ന ആളെന്ന്. പക്ഷേ ഇന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് രാജിവെച്ച് പോകാൻ എത്ര യുദ്ധം ചെയ്യണം. ഏക്കനിയെ സംബന്ധിച്ചിടത്തോളം രാജിവെച്ച് പോകാൻ യുദ്ധം ചെയ്യേണ്ട സ്വയം മാറിപ്പോകും. അദ്ദേഹത്തിന് എന്ത് കുഴപ്പമുണ്ടെങ്കിലും ഇങ്ങനെ ഒരു മൂല്യം
കേരളത്തിൽ ഉണ്ടാവണം, ഇന്ത്യയിലുണ്ടാവണം. ഒരുപക്ഷെ കേരളത്തിലത്തെ രാഷ്ട്രീയ മൂല്യം മാറ്റിമറിച്ചത് കെ കരുണാകരനെന്ന് പറയാനാണ് എനിക്ക് താല്പര്യം, ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കുതന്ത്രങ്ങളും ഒക്കെയാണ് വാസ്തവത്തിൽ കേരള രാഷ്ട്രീയത്തെ അപജയപ്പെടുത്തിയത് എന്നും കൂടി സാന്ദർഭികമായിട്ട് പറയാം. ഈ സന്ദർഭത്തിൽ ഞാൻ ഈ CJPയുടെ കാര്യം ഞാൻ പറഞ്ഞു. നമുക്ക് അവരവർക്ക് രാഷ്ട്രീയ പ്രവർത്തനം ഉള്ളതുപോലെ തന്നെ മറ്റൊരു രാഷ്ട്രീയ പ്രവർത്തനം അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും വേണം. തെറ്റുകൾ ചൂണ്ടിക്കാണിക്കണം, വിമർശനം നടത്തണം. പക്ഷേ ഒരു പാർട്ടി സ്വാധീനമുള്ളിടത്ത് മറ്റാൾ ഇല്ലാതാക്കുന്ന പരിപാടി നിർത്തലാക്കിക്കൊണ്ട് എല്ലാവരും നീതിക്ക് വേണ്ടി നിലകൊള്ളാൻ ശ്രമിക്കും. പല രീതിയിലായിരിക്കും. ഇപ്പോൾ നമ്മൾ പറയുന്ന പോലെയല്ല, ഒരേ വ്യത്യസ്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെ മാവോയിസ്റ്റുകളുണ്ട്, CPM ഉണ്ട്, CMP ഉണ്ട്, അങ്ങനെയാണ്. അതുപോലെ ബന്ധുക്കോസ്ത് ഉണ്ട്, അങ്ങനെ എല്ലാവരും ഒരുപാട് ഗ്രൂപ്പുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആരെ ശരി തെറ്റെന്ന് പറയാൻ പറ്റാത്ത, എന്നാൽ ഒരാൾ അനീതി ചെയ്യുന്ന നമുക്ക് കണ്ടറിയാം. ആ അനീതിക്കെതിരായിട്ട് നമുക്ക് സമരം ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. ഈ അടുത്ത കാലത്ത് ചിലപ്പോഴൊക്കെ കഥയൊക്കെ എൻ്റെ മനസ്സിലേക്ക് വരാറുണ്ട്. അങ്ങനെ ചിലതും കൂടി ഞാൻ പറഞ്ഞ് ഇത് അവസാനിപ്പിക്കുകയാണ്. ഞാൻ വളരെ കാലമായിട്ട് ഈ നോവൽ വായിക്കാറില്ല. ഈ അടുത്ത കാലത്താണ് KR മീരയുടെ അരാച്ചർ വായിക്കുന്നത്. ചേതന മല്ലിക് എന്ന് പറയുന്ന പെൺകുട്ടിയുടെ ട്രാൻസ്ഫോർമേഷൻ, ഒരു അരാച്ചറുടെ ഒരു വരി എനിക്കിപ്പോഴും തോന്നുകയാണ്. അരാച്ചർ മുഖത്ത് മൂടുപടരുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരൊറ്റ നിമിഷം അരാച്ചരും ഈ തൂക്കിക്കൊല്ലാൻ പോകുന്ന ആളും തമ്മിൽ കണ്ണുകൾ തമ്മിൽ കൂട്ടിയിടിയും. ചിലർ കരയും, ചിലർ വിഷമിക്കും, ചിലർ പലതരത്തിലുള്ള വികാരപ്രകടനം നടത്തും. ഈ സമയത്ത് ചിലപ്പോൾ രാജാക്കന്മാർ അവരെ കെട്ടിപ്പിടിക്കുകയും സ്വാതന്ത്ര്യപ്പെടുത്തുകയും ഞങ്ങളൊക്കെ ഉണ്ട്, നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കും എന്ന് പറയുന്ന രംഗമുണ്ടാവും. ഇതെല്ലാം നമ്മുടെ ആ പുസ്തകത്തിലൂടെ ഞാൻ ഈ അടുത്ത കാലത്തൊന്നും അങ്ങനെ പുസ്തകം നോവൽ വായിക്കാറില്ല. KR മീരയുടെ പുസ്തകത്തിലൂടെ സഞ്ചരിക്കുകയാണ്. ലൈബ്രറിയിൽ 2 മണിക്കൂർ ഇരിക്കുമ്പോൾ ഇതൊക്കെ വായിച്ചുകൊണ്ടിരിക്കും. ചേതന തൻ്റെ ജീവിതത്തിൻ്റെ വിവിധ വഴികളിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്ത്രീയുടെ ഭാഗത്തു നിന്നുകൊണ്ട് ചിന്തിച്ചുകൊണ്ട് KR മീര വളരെ ഗംഭീരമായി ഒരുപാട് മിർക്കാസിനെയും മിർജാഫറിനെയൊക്കെ ചരിത്രത്തെയും കൂടി കൂട്ടിപ്പിടിച്ചുകൊണ്ട് ശ്രീപട്ടത്ത് മനുഷ്യൻ്റെ ഉള്ളിലേക്ക് കടന്നുകയും ഒരു അധികാരത്തിൻ്റെ അല്ലെങ്കിൽ ദുഷ്പ്രവണതയൊക്കെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ കാണുകയാണ്. അത് ഞാൻ ആസ്വദിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ പെട്ടെന്ന് സ്മിത ഹരീഷ് എന്ന് പറയും, നമ്മുടെ സ്മിത ഹരിദാസ്, നമ്മുടെ 24 ചാനലിൽ അദ്ദേഹം വാസ്തവത്തിൽ അസ്മിത ആ കവിത വായിക്കുന്നതുകൊണ്ടാണ് ഞാൻ കേൾക്കാൻ ശ്രമിച്ചത്. നല്ല കൃത്യമായി വളരെ വ്യക്തമായി പറഞ്ഞതിൻ്റെ ഭാവം ഉൾക്കൊണ്ട് സംസാരിച്ചുകൊണ്ടാണ് ഞാൻ വായിച്ചത്. അതിൻ്റെ പേര് മഴപ്പൊള്ളൽ എന്നാണ്. ഉദയ പയ്യന്നൂർ എന്നുള്ള ആളാണ് എഴുതിയിട്ടുള്ളത്. വളരെ കാലം മുമ്പ് ദേശാഭിമാനിയിൽ വന്നാണ്. അന്നൊന്നും ഞാൻ ദേശാഭിമാനി കണ്ടിട്ടുണ്ടെങ്കിലും അത് വായിച്ചിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ ഇത് എനിക്ക് വളരെ തോന്നി. പ്രത്യേകിച്ച് മഴയുടെ കാലമാണ്. നമുക്കൊക്കെ പലർക്കും മഴ നഷ്ടാഴ്ചയായിട്ട് പറയുമ്പോൾ ചിലർക്ക് ദുരിതപ്പെത്ര 10ഓളം പേര് മരിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ഒരു കൈരളിയിലെ ഫോട്ടോഗ്രാഫർ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. അപ്പോൾ ഈ മഴയും ഓരോരുത്തരും ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് വേറെയാണ്. എത്ര മനോഹരമായി വർണ്ണിച്ച് കണ്ടാലും മഴയ്ക്ക് എന്നും അതേ പഴയ പൊള്ളലാണ്. ഓടിനിടയിലൂടെ ഒലിച്ചിറങ്ങി ഉണങ്ങാനിട്ട യൂണിഫോമിൽ തന്നെ കൃത്യമായി വന്നു പതിക്കുന്ന കരി കലർന്ന കറയാണ്. ഓട്ടിടകളിൽ തിരികെ വയ്ക്കാൻ കൗങ്ങിൻപാളയും അന്വേഷിച്ച് അയൽ വീട്ടിൽ ഓടുന്ന കുഞ്ഞു കാലടികളുടെ വെപ്രാളത്തിൻ്റെ വേഗമാണ്. മുറിയുടെ മൂലയിലെ മരപ്പലകയിൽ അടക്കി വെച്ച പുസ്തകങ്ങൾ നനഞ്ഞു പോകുമോ എന്ന് ഉറക്കമില്ലായ്മയുടെ രാത്രികളാണ്. ഒരു നേർത്ത കാറ്റിലും അണഞ്ഞു പോകുമോ എന്ന് ഭയന്ന അവസാന നിമിഷം വരെ പ്രതിരോധിച്ച് നിൽക്കുന്ന മണ്ണെണ്ണ വിളക്കിൻ്റെ ആധിയാണ്. വീട്ടകത്ത് വീഴുന്ന മഴവെള്ളത്തെ ധൃതിപ്പെട്ട് അകത്താക്കുന്ന വക്കുപൊട്ടിയ പാത്രങ്ങളുടെ അടങ്ങാത്ത ആർത്തിയാണ്. ചാണകം മെഴുകിയ നിലത്ത് വിരിച്ചു വയ്ക്കാനുള്ള ചാണച്ചാക്കിൻ്റെ നനവാണ്. പാതിയുറക്കത്തിൽ പായ തുളച്ചെത്തി ശരീരത്തെ അപ്പാടെ പൊതിഞ്ഞ് വിറങ്ങിലിപ്പിച്ച് കൂട്ടിയിടിക്കുന്ന പല്ലിൻ്റെ ദ്രുതതാളമാണ്. അടിപ്പിന്മേൽ കെട്ടിയ അയയിൽ തൂങ്ങിയാടുന്ന അടിവസ്ത്രങ്ങൾ നിറമങ്ങിയ പ്രതീക്ഷയാണ്. കൊടക്കമ്പി പൊട്ടി വികൃതമാക്കി കുട നോക്കി ചിരിക്കുന്നവർക്ക് മുന്നിനെ
ചിരിക്കുന്നവർക്ക് മുന്നിലെ ചങ്ക് പിളർക്കുന്ന സങ്കട പെയ്ത്താണ്. ഇത്രയും നന്നായി, ഇതിലും നന്നായി എങ്ങനെ ഞാൻ എൻ്റെ മഴകളെ വരച്ചു വയ്ക്കും? ഇതിലും നന്നായി എങ്ങനെ ഞാൻ എൻ്റെ മഴകളെ വരച്ചു വയ്ക്കും? ഇനിയും എങ്ങനെ നിങ്ങളുടെ മഴയീണങ്ങൾക്കൊപ്പം താളം പിടിക്കും? ഇനിയും എങ്ങനെ നിങ്ങളുടെ മഴയീണങ്ങൾക്കൊപ്പം താളം പിടിക്കും? വളരെ അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള മനുഷ്യരുടെ അല്ലെങ്കിൽ ഇതെല്ലാം അനുഭവത്തിൽ ഉള്ള ആളുകളുടെ വേദനയിൽ നിന്ന് മഴയെ കാണാൻ ശ്രമിക്കുകയാണ്. വളരെ നന്നായി എന്ന് എനിക്ക് തോന്നി. അതുപോലെ ഒരു കുട്ടിയുടെ ഒരു കവിതയും കൂടി എനിക്ക് തോന്നി. രണ്ട് പറഞ്ഞു. സന മുബീനാണ് കുട്ടിക്ക്. 4ാം ക്ലാസ്സിലാണ് പഠിക്കണമെന്നോ. അതെ, അവരെ കളിയാക്കിയെങ്കിലും പിന്നീട് ആ പുസ്തകത്തിലൊക്കെ വരുന്നു എന്നാണ് പറയുന്നത്. യക്ഷി എന്നാണ് പേരിട്ടുള്ളത്. കുട്ടികളടക്കം ഈ ഫ്രീ ആയതുകൊണ്ട്, പെണ്ണായതുകൊണ്ട് ഭയപ്പെടുകയാണ്. പെണ്ണായി പിറക്കണം, ഇരട്ടത്ത് നടക്കണം, കാമവെറിയന്മാരുടെ നിണം മണക്കണം, പൊട്ടിച്ചിരിക്കണം, തൊടുമ്പോൾ ഭയക്കണം, അടുക്കാൻ മടിക്കണം, ഭയം മറക്കണം എന്നൊരു കുട്ടി പറയാണ്. ഇതിനെപ്പോലെ തന്നെ മറ്റൊന്ന് എനിക്ക് തോന്നിയത്, മുഴുവൻ ആ കവിത ഞാൻ വായിക്കുന്നില്ല, അത് സ്മിത ശൈലേഷാണ്. മുലക്കണ്ണുകളിൽ വിഷം പുരട്ടി നമുക്ക് തെരുവിലെ രാത്രി കാണാനിറങ്ങാം. മുലക്കണ്ണുകളിൽ വിഷം പുരട്ടി നമുക്ക് തെരുവിലെ രാത്രി കാണാനിറങ്ങാം. പെൺമഴി തീണ്ടാത്ത പാതിരാവിൻ്റെ നെറുകയിൽ നിന്ന് വാടാ വേട്ടക്കാരാ എന്ന് നമുക്കൊരു തുറും കണ്ണൻ കാലത്തെ വെല്ലുവിളിക്കാം. ആസക്തിയുടെ ലിംഗമറക്കുന്ന ഒരായുധം മാത്രം നമുക്കിനി ആഭരണമാക്കാം എന്ന് നമ്മൾ പെൺകുട്ടികൾ യുവതികൾ പറയുമ്പോൾ നാണം കെടുന്നത് ഈ കാമവെറി പൂണ്ട മനുഷ്യരാണ്, ആണുങ്ങളാണ് എന്നുള്ള തിരിച്ചറിവ്. ഒരു സമൂഹം എത്രത്തോളം ഭയവിഹുലരായി കഴിയുന്നു, എവിടെയാണ് നമ്മുടെ സമത്വം എന്നുള്ള സങ്കല്പം തന്നെ ഉണ്ടാകുന്നത്. ഈ രീതിയിൽ കൂടി ഞാൻ അതിൽ കാണുകയാണ്. വാസ്തവത്തിൽ ഞാൻ വലിയ കവിതയും മറ്റും വായിക്കുന്നത്, പക്ഷേ അത് കേൾക്കുമ്പോൾ എനിക്കൊരും കൂടി ഉണ്ടായ വികാരമാണ്. ഇപ്പോൾ നമ്മൾ യുദ്ധം നടക്കുകയാണ്. യുദ്ധം ഇറാനും അമേരിക്കയാണ്. ഇടയ്ക്കിട്ട് വീടി നിർത്തും, പിന്നെ വീണ്ടും ആരംഭിക്കും. അതുപോലെ തന്നെ ഉക്രൈനിലും റഷ്യയിലും യുദ്ധം നടക്കണം, ഇടയ്ക്കിട്ട് വീട്ടി നിർത്തും, യുദ്ധം നടത്തും. ഇതാണ് എത്ര കാലം തുടരുമെന്നറിയില്ല. പക്ഷേ അതിൻ്റെ ഇടയിലൊക്കെ മനുഷ്യപ്പെടുന്നുണ്ട്. ഇപ്പോൾ ഇറാനെതിരായിട്ട് അമേരിക്ക ചെയ്യുന്നത് തെറ്റാണെന്ന് പറയുമ്പോൾ തന്നെ ഇറാനിലുള്ള നർഗേസെ പർദ്ധരിക്കാനും മനുഷ്യ സ്വാതന്ത്ര്യം പ്രവർത്തിക്കുന്ന ആൾ ജയിലിലാണ്. പലരും വധിക്കപ്പെട്ടു. അപ്പോൾ തൻ്റെ ജനതയുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് നിഷേധിക്കുന്ന ഒരു ഭരണാധികാരികൾ അന്യരുടെ അധിനിവേശം എതിർക്കുമ്പോൾ തന്നെ ഇതും കൂടി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇതെല്ലാം മതമൗലികവാദവുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ്. അപ്പോൾ അമേരിക്ക ലോക പോലീസാവത്തിരിക്കും. തങ്ങൾ പറയുന്നതെല്ലാം ശരിയായി തങ്ങൾക്ക് ലാഭമുണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുകയാണ്. ആ ശ്രമത്തിന് വേണ്ടി എല്ലാവരും കൂട്ടുപിടിക്കുന്ന. അപ്പോൾ ഇവിടെ ഉക്രൈനെ അമേരിക്ക സഹായിക്കുമ്പോൾ ഇറാനെ റഷ്യ സഹായിക്കുന്നു എന്നാണ്. അതുകൊണ്ടാണ് യുദ്ധം കൂടുതൽ നീങ്ങുന്നത് തോന്നുന്നു. എന്തായാലും ഇതിനിടയിൽപ്പെട്ടു പോകുന്ന മനുഷ്യരുണ്ട്. ആ മനുഷ്യരെ കുറിച്ചിട്ടാണ് ഈ കവിത. അത് പലസ്തീനെ കുറിച്ചിട്ടാണ്. പലസ്തീൻ കവി മഹ്മൂദ് ദർവീഷ് അദ്ദേഹം പറയാണ്, ജന്മദേശം ഒരു സ്ഥലം മാത്രമല്ല, ജന്മദേശം ഒരു സ്ഥലം മാത്രമല്ല, മരങ്ങൾ വെറും മരങ്ങൾ മാത്രമല്ല, മരങ്ങൾ വെറും മരങ്ങൾ മാത്രമല്ല, ബാല്യത്തിൻ്റെ വാരിയല് കൂടിയാണ്. മരങ്ങൾ വെറും മരങ്ങൾ മാത്രമല്ല, ബാല്യത്തിൻ്റെ വാരിയല് കൂടിയാണ്. നാം ഓരോ പ്രദേശവും അല്ലെങ്കിൽ മറ്റൊരു കീഴ്പ്പെടുത്തുന്നു. ഇപ്പോൾ സ്പെയിനിൽ മൊറോക്കയിൽ നിന്ന് കയറി ഇപ്പോഴും സ്പെയിൻ്റെ അധീനതയിലാണെന്ന് പറഞ്ഞു പോകുന്ന അഭയാർത്ഥികളുടെ കഥകളെല്ലാം നമുക്ക് കേൾക്കേണ്ടി. ഒരു രാജ്യത്തിൻ്റെ തുണ്ടുമാണ് ഭൂമിയല്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സ്വപ്നങ്ങളുടെ ഒക്കെ ഒരു മരവും വെറുതെയല്ല, ഒരു ബാല്യത്തിൻ്റെ വരിയിൽ കൂടിയാണ്. നമുക്ക് ലോകസമാധാനത്തിന് വേണ്ടി പ്രവർത്തിക്കാം. അതുപോലെ തന്നെ അനീതിക്ക് വേണ്ടി നമുക്ക് പറ്റാവുന്ന ചെയ്യാം. ഈ സംസാരവും അനീതിക്ക് വേണ്ടിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പഴയ പോലെയല്ല, പറ്റാവുന്ന രീതിയിൽ ചെയ്യാനേ സാധിക്കുള്ളൂ. ഞാനും സ്വാർത്ഥനായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള തിരിച്ചറിവുണ്ട്. എന്നാലും അതിൻ്റെ ഇടയിൽ എന്തെല്ലാം ചെയ്യാൻ സാധിക്കുമെന്നുള്ള ചെറിയ അന്വേഷണമാണ് ഇത്. നന്ദി, നമസ്കാരം.